നമസ്കാരം. ശ്രീനാരായണ ട്രെയിനിംഗ് കോളേജ് നെടുങ്കണ്ടയിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥിനികൾ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഒരു ചെറു കലാസൃഷ്ടിയാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. വില്വമംഗലം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു പ്രഭാതം. രാജു, ഈയിടെയായി നിന്റെ വീട്ടിൽ എന്നും വഴക്കാണല്ലോ. ഗോപാല, എന്തു ചെയ്യാനാ? എൻ്റെ ഭാര്യയാണെങ്കിൽ മകളുമായി എന്നും വഴക്കാം. എന്താ വഴക്കിന്റെ കാരണം? എൻ്റെ മകൾക്ക് ഇതുവരെ ജോലിയൊന്നും ആയില്ലല്ലോ, അതിനെ ചൊല്ലിയാണ് എന്നും വഴക്ക്. നിന്റെ മകൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും മകൾക്ക് ജോലിയൊന്നും ആയില്ലേ? പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് എന്തോരം പഠിച്ചതാ? എത്ര വരെ? 4ാം ക്ലാസ് വരെ. ശരിയാ, പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചതിന് പറ്റിയതും ശമ്പളം കൂടിയ ജോലിയും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ലെന്ന് തൊഴിലുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനുള്ള കഴിവ്, വിശകലന വൈദഗ്ധ്യം, പ്രശ്നപരിഹാര വൈദഗ്ധ്യം, അവരുടെ സ്വന്തം മേഖലയിൽ അറിവിൻ്റെ കുറവ് തുടങ്ങിയ വൈദഗ്ധ്യ അഭാവങ്ങൾ ഒരു കാരണമാകുന്നുണ്ട്. കൂടാതെ യന്ത്രവൽക്കരണത്തിന് വലിയൊരു പങ്കുണ്ട്. 100 പേർ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി വെറും 1 ദിവസം കൊണ്ടല്ലേ യന്ത്രങ്ങൾ ചെയ്യുന്നത്? ശരിയാണ് ഗോപാല. അതുപോലെ ജനസംഖ്യാ വളർച്ചയും കുടിയേറ്റവും നടക്കുന്നില്ല. എല്ലാവരും മികച്ച വിദ്യാഭ്യാസം നേടി മികച്ച ജോലി നേടി അന്യദേശത്തേക്ക് പോകുന്നു. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. ഇതൊന്നും എൻ്റെ ഭാര്യ മനസ്സിലാക്കുന്നില്ലല്ലോ. അവൾ ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് പോയാൽ മുമ്പ് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ജോലി കിട്ടിയാലല്ലേ കിട്ടുള്ളൂ. രാജു, എല്ലാം ശരിയാകും. നീ അവളെ തളർത്തുന്ന വാക്കുകൾ പറയാതെ സമാധാനിപ്പിക്കണം. അവളെ മോട്ടിവേറ്റ് ചെയ്യണം. ശരിയാണ് ഗോപാല. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് കുട്ടികൾ ആത്മഹത്യാ പ്രവണതയിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ അവർ മദ്യപാനം, പുകവലി, ലഹരി എന്നിവയിൽ അടിമപ്പെട്ടു പോകാനും സാധ്യതയേറെയാണ്. ഇവരെ കൂടാതെ അവരെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്സിനും കാരണമാകും. ഒരുപാട് നന്ദിയുണ്ട് കൂട്ടുകാരെ. ഇനി മുതൽ ഞാനിതൊക്കെ ശ്രദ്ധിച്ചു കൊള്ളാം. രാജുവിൻ്റെ വീട്ടിലെ ഒരു സായാഹ്നം. അതേ രാധേ, നീ അറിഞ്ഞോ, ഇന്ന് ചായക്കടയിൽ ഒരു സംസാരമുണ്ടായി. എന്താണ് കൂട്ടുകാർ നിങ്ങളോട് സംസാരിച്ചത്? രാജു നടന്ന സംഭവങ്ങളെല്ലാം രാധയോട് പറയുന്നു. നമ്മുടെ മോളിനി എന്താ ചെയ്യാ? ഇവിടെ ആരുമില്ലേ രാജു? ഗോപാലനോ, വരൂ ഗോപാല. വരൂ, ഇരിക്കൂ. നീ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചായിരുന്നു. രാജു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മകൾക്ക് ജോലി കിട്ടുന്ന കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഇന്നത്തെ തലമുറയിലെ ജോലിയില്ലായ്മയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. യുവതലമുറയ്ക്ക് ജോലിക്ക് വേണ്ടുന്ന കഴിവുകൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാം. മറ്റുള്ളവരുമായി ഇടപെടാനും നന്നായി സംസാരിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവുകൾ യുവതലമുറയ്ക്ക് അനിവാര്യമായ കാര്യമാണ്. കുട്ടികളുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് അവരെ പഠിപ്പിക്കണം. സ്ത്രീകൾക്കും നല്ല വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ഗോപാല, ഇതെല്ലാം ചെയ്തിട്ടും ജോലിയില്ലാത്തവർ ഉണ്ടല്ലോ. ഇതെല്ലാം പഠിച്ചിറങ്ങിയിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ ഉണ്ടല്ലോ ഗോപാല. അതിനാണല്ലോ ഗവൺമെന്റ് പല പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. പദ്ധതികളോ ഗോപാല? അതേ രാജു, താനൊന്ന് TV വെച്ചേ. അതിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വാർത്താനേരത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ. വിദ്യാഭ്യാസമുണ്ടായിട്ടും ജോലിയില്ലായ്മ. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന വിവിധ പദ്ധതികളെ പറ്റിയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുന്നതിനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുന്നതിനുമായി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്
നഗരത്തിലെ വിദ്യാർത്ഥികൾക്ക്, ജോലി ഇല്ലാത്തവർക്ക് ജോലി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സ്കീം ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ഫോർ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഇൻ അർബൻ ലൊക്കാലിറ്റീസ്. അതുപോലെ തന്നെ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് സ്കീം ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ് ഫോർ അൺഎംപ്ലോയിഡ് എഡ്യൂക്കേറ്റഡ് യൂത്ത്. സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ യുവതലമുറ പരിശ്രമിക്കണം. അവർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ കാത്തു നിൽക്കുകയാണ്. തൊഴിലായ്മയ്ക്കെതിരെ അവർ ഒരുമിച്ച് പോരാടണം. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ നേരം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. രാധേ, രാധേ, നമ്മുടെ മകൾക്ക് എന്ത് സംഭവിച്ചു? എനിക്കും അറിയില്ല എന്താണെന്ന്. കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുന്നു. അമ്മു, അമ്മു, എന്താ അച്ഛാ? ഇവൾക്ക് ഇതെന്തു പറ്റി? എനിക്കറിയില്ല അച്ഛാ. മോളെ, നിനക്ക് എന്ത് സംഭവിച്ചു? എൻ്റെ ഭൗതിക സ്വത്തവകാശം അഥവാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നഷ്ടമായിരിക്കുന്നു. അയ്യോ ഈശ്വര, ഞാൻ ഇനി എങ്ങനെയാ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത്? അയ്യോ അമ്മ, അതൊന്നും അല്ല. എന്താ ചേച്ചി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി? ഒരു മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അതിലൊരാളുടെ ബുദ്ധിശക്തി, കഴിവ്, പ്രയത്നം എന്നിവ അടങ്ങിയിട്ടുണ്ട്. എൻ്റെ എത്ര നാളത്തെ പ്രയത്നവും അധ്വാനവുമാണോ അത്? എൻ്റെ കമ്പനിയിൽ ഞാൻ ചെയ്ത ഒരു വലിയ പ്രോജക്റ്റാണത്. എത്ര നാളത്തെ എൻ്റെ സ്വപ്നം, അതെൻ്റേത് മാത്രമാണ്. വിഷമിക്കേണ്ട മകളെ, അടുത്തുള്ള വക്കീലുമായി സംസാരിച്ച് കാര്യങ്ങൾ വിശദമായി തിരിച്ചു വരാം. ഇനി വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ വക്കീലിനെ കണ്ടുവരുമ്പോൾ എല്ലാം ശരിയാവും. നിങ്ങൾ എവിടെ ഇരുന്നോളൂ. എൻ്റെ കൂട്ടുകാരി, ഞാൻ വരച്ച പാഠം എടുത്തല്ലോ, അപ്പോൾ അതും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ തന്നെ, പക്ഷേ കലാസൃഷ്ടികൾ മോഷ്ടിക്കുന്നത് തെറ്റാണ്. അത് കോപ്പിറൈറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ അവകാശമാണല്ലോ നമ്മുടെ കലാസൃഷ്ടികൾ. ഒരാളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ അവകാശം എപ്പോഴും ക്രിയേറ്റ് ചെയ്ത ആളിനായിരിക്കും. ഒരാളുടെ അധ്വാനത്തിൽ നിന്നുണ്ടായ ഒരു ക്രിയേഷന് ഒരു പേറ്റന്റ് റൈറ്റും ഉണ്ടാകും. പേറ്റന്റ് എന്നാൽ ഒരു സൃഷ്ടിയുടെ മുഴുവനുമായുള്ള അവകാശവും ഒരാൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇത് മാത്രമാണോ? അല്ല, ട്രേഡ് മാർക്കുമുണ്ട്. ട്രേഡ് മാർക്ക് എന്നാൽ അതൊരു സൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ സൈനുകളുടെ കോമ്പിനേഷൻ ആയിരിക്കാം. അതായത് ഒരു പ്രോഡക്റ്റിനെ മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ് ട്രേഡ് മാർക്ക്. എല്ലാ വസ്തുക്കൾക്കും ട്രേഡ് മാർക്ക് ഉണ്ടാകും.